സൈലം ലേണിംഗ് അനറ്റമിക്സ് ആണ്. സോ മക്കളെ, ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്ന നമ്മുടെ LSS എക്സാം, നമ്മുടെ CM Kit സ്കോളർഷിപ്പ് എക്സാമിന് ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. അപ്പൊ ആ ഒരു ദിവസത്തിനുള്ളിൽ നമുക്ക് വേണ്ടത് എന്താണ്? ഇതേപോലുള്ള ധാരാളം ക്വസ്റ്റ്യൻസ് ആണ്. അപ്പൊ ഞാനിന്ന് വന്നിരിക്കുന്നത് ഇതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിട്ടാണ്. അപ്പൊ ഇത് മാത്രമല്ല കേട്ടോ, നിങ്ങൾക്ക് ഓൾറെഡി നമ്മുടെ ചാനലിൽ നോക്കിയാൽ അറിയാം, നിങ്ങൾക്ക് ഓരോ സബ്ജക്റ്റിന്റെയും ഇതുപോലെ കുട്ടി കുട്ടി ക്വസ്റ്റ്യൻസ് ആയിട്ട് ചെറിയ ചെറിയ വീഡിയോസ് ഉണ്ട്. അതെല്ലാവരും പോയിട്ട് എന്താ ഇന്ന് തന്നെ കാണുക. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചോദ്യത്തിലേക്ക് കടക്കാം. ആദ്യത്തെ ചോദ്യം വളരെ സിമ്പിൾ ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് നോട്ട് കൺസിഡർ ആസ് എ പ്ലാനറ്റ്? അതായത് ഈ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ് ഗ്രഹമായി കണക്കാക്കാത്തത്? നോട്ട് കൺസിഡർ ആസ് എ പ്ലാനറ്റ്. അപ്പൊ കൊടുത്തിരിക്കുന്ന ഓപ്ഷൻസ് ഒക്കെ ഒന്ന് നോക്കാം. മൂൺ, മെർക്കുറി, സൺ ആൻഡ് ചൊവ്വ. ഇനി നമ്മുടെ ചോദ്യം ഒന്നും കൂടി വായിച്ചു നോക്കാം. ഇതിൽ ഏതാണ് ഗ്രഹമായി കണക്കാക്കാത്തത്? അപ്പൊ ഇതിന്റെ ഉള്ളിൽ നിന്ന് തന്നെ നമുക്ക് അതിന്റെ ഉത്തരം ഒന്ന് കണ്ടുപിടിക്കാം അല്ലെ. മൂൺ എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണോ? അല്ല, പ്ലാനറ്റ് എന്ന് പറഞ്ഞാൽ എന്താ? സണ്ണിന് ചുറ്റും റിവോൾവ് ചെയ്യുന്ന സെലസ്റ്റിയൽ ബോഡീസിനെയാണ് നമ്മൾ പ്ലാനറ്റ്സ് അല്ലെങ്കിൽ ഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ മൂൺ എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് അല്ല. ഓക്കെ, ഇനി അടുത്തത് നമുക്ക് ആരെ എടുക്കാം? ബുധൻ എടുക്കാം. ബുധൻ എന്ന് പറയുന്നത് ഒരു പ്ലാനറ്റ് ആണ്. യെസ്, സോ ബുധനെ നമ്മൾ ടിക്ക് ചെയ്തു. സൂര്യൻ എടുക്കാം. സൂര്യൻ ഒരു പ്ലാനറ്റ് അല്ല, നേരെ മറിച്ച് സൂര്യൻ ഒരു സ്റ്റാർ ആണ്, നക്ഷത്രമാണ്. ചൊവ്വ അല്ലെങ്കിൽ മാർസ് എന്ന് പറയുന്നത് പ്ലാനറ്റ് ആണ്. അപ്പൊ ഇതിന്റെ ഉള്ളിൽ ഉത്തരങ്ങൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഒന്നും അതുപോലെ തന്നെ നമ്മുടെ മൂന്നുമാണ് പ്ലാനറ്റ് അല്ലാത്തത്. അപ്പൊ ഇനി നമ്മൾ എന്ത് ചെയ്യാം? ഇനി നമ്മുടെ ആൻസറിലേക്ക് പോവാം. ഓപ്ഷൻ എ പറയുന്നത് ഒന്നും രണ്ടുമാണ്. ഓപ്ഷൻ ബി പറയുന്നത് രണ്ടും മാത്രം. ഓപ്ഷൻ സി പറയുന്നത് ഒന്നും മൂന്നും. ഓപ്ഷൻ ഡി പറയുന്നത് മൂന്നും മാത്രം. സോ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്, ഒന്നും മൂന്നും. അതാണ് മക്കളെ കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. ഒന്നും മൂന്നുമാണ്. അപ്പൊ ഈ കൊടുത്തിരിക്കുന്നതിൽ ഏതാണ് ഗ്രഹങ്ങൾ അല്ലാത്തത് എന്ന് ചോദിച്ചാൽ നമുക്ക് മൂൺ ആൻഡ് സൂര്യൻ എന്ന് പറയാനായിട്ട് പറ്റും. അതായത് ഒന്നും മൂന്നും. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഡയറക്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതേപോലെ തന്നെ ഓപ്ഷനെ നിങ്ങളെ കൺഫ്യൂസ് ചെയ്യിപ്പിക്കാനായിട്ട് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസും നമുക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. ഇനി നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക് പോവാണ്. ലുക്ക് അറ്റ് ദ സബ്സ്റ്റൻസസ് ഗിവൺ ബിലോ. ചുവടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കൾ ശ്രദ്ധിക്കൂ, എന്നിട്ട് അവരെ തരംതിരിക്കാനാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഇവിടെ കൊടുത്തിരിക്കുന്ന വസ്തുക്കളെ നോക്കുവാണെങ്കിൽ കല്ലുണ്ട്, തേനുണ്ട്, ഓക്സിജൻ ഉണ്ട്, ഇങ്ക് മഷിയുണ്ട്, മൈദയുണ്ട്, സ്മോക്ക് പുകയുണ്ട്, പെട്രോൾ ഉണ്ട്, വാട്ടർ വേപ്പർ നീരാവിയുണ്ട്, അതേപോലെ തന്നെ തടിക്കഷ്ണമുണ്ട്. ഇവരെ നമുക്ക് എന്ത് ചെയ്യണം? തരംതിരിക്കണം. ഇങ്ങനെയാണ് നമുക്ക് ചോദ്യം വരിക. നമുക്കറിയാം, ഇനി വരാൻ പോകുന്ന എക്സാമിന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവില്ല. 5 മാർക്കിനൊക്കെ നിങ്ങൾക്ക് ചോദ്യങ്ങളുണ്ടാവും. അപ്പൊ ഏത് രീതിയിലാണ്, ഏത് ഭാഗത്തു നിന്നാണ് ചോദ്യം വരുന്നതെന്നൊന്നും നമുക്കൊരു ഐഡിയ ഇല്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? എല്ലാ ഭാഗത്തു നിന്നും എല്ലാ കാര്യങ്ങളും പഠിക്കണം. അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം വന്നാൽ തരംതിരിച്ച് എഴുതാൻ, അവരുടെ പ്രത്യേകതകളൊക്കെ എഴുതാനൊക്കെ പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ കൊടുത്തിരിക്കുന്ന ആൾക്കാരെ, ഈ കൊടുത്തിരിക്കുന്ന വസ്തുക്കളെ നമുക്ക് എങ്ങനെ തരംതിരിക്കാനായിട്ട് പറ്റും? യെസ്, നമ്മൾ പഠിച്ചിട്ടുണ്ട്. സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ്. അതായത് ഖരം, ദ്രാവകം, വാതകം. ഈ 3 കാറ്റഗറിയിൽ നമുക്ക് ഇവരെ എന്ത് ചെയ്യാം? തരംതിരിക്കാനായിട്ട് പറ്റും. ഇപ്പൊ ഒരു ഉദാഹരണം പറയുവാണെങ്കിൽ നമ്മുടെ കല്ല് ഏതാണ്? സോളിഡ്, ഖരമാണ്. തേൻ എന്ന് പറയുന്നത് ലിക്വിഡ്, ദ്രാവകമാണ്. ഓക്സിജൻ എന്ന് പറയുന്നത് എന്താണ്? ഗ്യാസ് ആണ്. പുക എന്ന് പറയുന്നതും ഗ്യാസ് ആണ്. മൈദ എന്ന് പറയുന്നത് സോളിഡ് ആണ്. മഷി എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്. പെട്രോളിയം ലിക്വിഡ് ആണ്. നീരാവി എന്ന് പറയുന്നത് ഏതാണ്? ഗ്യാസ് ആണ്. തടിക്കഷ്ണം എന്ന് പറയുന്നത് ഏതാണ്? സോളിഡ് ആണ്. അപ്പൊ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാനായിട്ട് പറ്റും? ഇവരെ തരംതിരിക്കാനായിട്ട് പറ്റും. അപ്പൊ ഇത്രയും അറിഞ്ഞ സ്ഥിതിക്ക് സോളിഡ്സിന്റെ പ്രത്യേകത, ഗ്യാസിന്റെ പ്രത്യേകത, ലിക്വിഡ്സിന്റെ പ്രത്യേകത, അതും കൂടി എന്ത് ചെയ്യുക? നമുക്കൊന്ന് അറിഞ്ഞു വെക്കാം. ഏറ്റവും ആദ്യം നമുക്ക് സോളിഡ്സ് എടുക്കാം. സോളിഡ്സിന്റെ പ്രത്യേകതകളൊക്കെ ഒന്ന് വായിച്ചു നോക്കാം. ആദ്യം നമ്മൾ പഠിക്കുന്നത് സോളിഡ്സ് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ആൻഡ് സൈസ്. അതിന് നിശ്ചിത ആകൃതിയുണ്ട്, അതിന് നിശ്ചിത വലിപ്പമുണ്ട്. രണ്ടാമത്തെ പോയിന്റ്, ദേ ആർ നോട്ട് ഏബിൾ ടു ഫ്ലോ. അവർക്ക് ഒഴുകാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ അവർക്ക് വെയിറ്റ്, അവർക്ക് ഭാരമുണ്ട്. അവർക്ക് ഒക്യുപ്പൈ ചെയ്യാൻ അല്ലെങ്കിൽ അവർക്ക് സ്ഥിതി ചെയ്യാൻ സ്പേസ് ആവശ്യമാണ്. അപ്പൊ സോളിഡ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇത്രയും കാര്യങ്ങൾ ആലോചിക്കുക. ഇപ്പൊ ഒരു കല്ല് നിങ്ങളുടെ മനസ്സിൽ വിചാരിക്കുക. കല്ലിന്റെ പ്രത്യേകത എന്തൊക്കെയാണ്? അവർക്ക് ആകൃതിയുണ്ട്, അവർക്ക് ഷേപ്പ് ഉണ്ട്, അവർക്ക് സൈസ് ഉണ്ട്, അവർക്ക് ഒഴുകാൻ പറ്റില്ല, അവർക്ക് വെയിറ്റ് ഉണ്ട്, അവർക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. ഇനി അതേപോലെ തന്നെ ലിക്വിഡ്സിന്റെ കേസ് പറയുവാണെങ്കിൽ ദ്രാവകങ്ങൾക്ക് ഒരു നിശ്ചിത ആകൃതി ഇല്ല. പിന്നെയോ അവർ എവിടെയാണോ സ്ഥിതി ചെയ്യുന്നത് അല്ലെങ്കിൽ ഏത് കണ്ടെയ്നറിലാണോ ഉള്ളത് അതിന്റെ ആകൃതിയിലാണ് നമുക്ക് ലിക്വിഡ്സ് കാണാനായിട്ട് പറ്റുന്നത്. ദേ ടേക്ക് ദ ഷേപ്പ് ഓഫ് വെസൽസ് ദാറ്റ് കണ്ടെയ്ൻ ദം. പിന്നെ അതുപോലെ തന്നെ അവർക്ക് ഒഴുകാനായിട്ട് പറ്റും. ഇപ്പൊ തേനായിക്കൊള്ളട്ടെ അല്ലെങ്കിൽ വേറെ ഏത് ദ്രാവകമായിക്കൊള്ളട്ടെ അവർക്ക് ഒഴുകാനായിട്ട് പറ്റും. ദേ ആർ ഏബിൾ ടു ഫ്ലോ. അതുപോലെ തന്നെ എന്താണ്? അവർക്ക് വെയിറ്റ് ഉണ്ട്, അവർക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അപ്പൊ സോളിഡ്സും ലിക്വിഡ്സും ഒക്കെ നോക്കിയേക്കാം. അവർക്ക് രണ്ടുപേർക്കും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്. അതുപോലെ തന്നെ ഇവർക്ക്
സോളിഡ്സിനാണെങ്കിൽ ഷേപ്പ് ഉണ്ട്, സൈസ് ഉണ്ട്, അവർക്ക് ഒഴുകാൻ പറ്റില്ല. നേരെ മറിച്ച് ദ്രാവകമാണെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഷേപ്പ് ഒക്കെ ഉണ്ട്, പക്ഷെ ഏത് കണ്ടെയ്നറിലാണോ ഏത് വെസലിലാണോ അവർ ഉൾക്കൊള്ളുന്നത് അതിന്റെ രീതിയിലായിരിക്കും. അതുപോലെ തന്നെ അവർക്ക് ഒഴുകാനുള്ള കഴിവുണ്ട്. ഇനി നമ്മൾ വേപ്പർ അല്ലെങ്കിൽ നമ്മൾ വാതകങ്ങളുടെ കേസ് പറയുവാണെങ്കിൽ, ഗ്യാസസിന്റെ കേസ് പറയുവാണെങ്കിൽ അവർക്ക് ആകൃതി കാണാനായിട്ട് പറ്റില്ല, അവർക്ക് സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ്, അവർക്ക് സ്പ്രെഡ് ചെയ്യാൻ പറ്റും അല്ലെ, അവർക്ക് വ്യാപിക്കാനുള്ള കഴിവുണ്ട്, അവർക്ക് ശക്തിയുണ്ട്, വായുവിന് ശക്തിയുണ്ട്. ഓക്കെ, അപ്പൊ വായുവിന്റെ അല്ലെങ്കിൽ വാതകങ്ങളുടെ പ്രത്യേകതയും ഓർത്ത് വെക്കാം. അപ്പൊ സോളിഡ്സ്, ലിക്വിഡ്സ്, ഗ്യാസ് ഇവരുടെയൊക്കെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ ഓർത്ത് വെച്ചാൽ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് എഴുതാനായിട്ട് പറ്റും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ചന്ദ്രനെ ആകാശത്ത് കാണാൻ കഴിയാത്ത ദിവസം ഏതാണ്? ദ ഡേ വെൻ മൂൺ കനോട്ട് ബി സീൻ ഇൻ ദി സ്കൈ. ആകാശത്ത് മൂണിനെ കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ഏതാണ്? കർത്തവാവാണോ, പൗർണമിയാണോ, സൂര്യഗ്രഹണമാണോ, ചന്ദ്രഗ്രഹണമാണോ? ആകാശത്ത് മൂണിനെ കാണാൻ പറ്റില്ല എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് എന്ത് വരണം? കറുത്ത വാവ് അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ എന്ന് പറയണം കേട്ടോ. കറുത്തവാവ് അല്ലെങ്കിൽ ന്യൂ മൂൺ ഡേ എന്ന് നമ്മൾ പറയണം. അപ്പൊ കുറെ ചോദ്യങ്ങൾ നമ്മൾ നോക്കിയിട്ടുണ്ട്. അപ്പൊ ഇതുപോലുള്ള കുറേ ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് നമ്മുടെ ജ്വാല ബാച്ചിൽ കാണാനായിട്ട് പറ്റും. ഫ്രീ ബാച്ച് ആണ്. കുറെ മക്കൾ ജോയിൻ ചെയ്തിട്ടുണ്ട്. ഇനിയും ജോയിൻ ചെയ്യാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്തോളൂ. 26-ാം തീയതിയാണ് നമ്മുടെ എക്സാം. അതിന് മുന്നോടിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അടിപൊളിയായിട്ട് പഠനം സെറ്റ് ആക്കാം. ഇനി അത് മാത്രമല്ല, ഈ ഫെബ്രുവരി കഴിഞ്ഞാൽ പിന്നെ മാർച്ചിൽ നമ്മൾ വെയിറ്റ് ചെയ്യുന്നതാണ് നമ്മുടെ ആനുവൽ എക്സാം. ആനുവൽ എക്സാമിന് നമുക്ക് വേണ്ടത് കംപ്ലീറ്റ് റിവിഷൻ ആണ്. അപ്പൊ നിങ്ങൾക്കായിട്ട് എല്ലാ സബ്ജക്റ്റിന്റെയും എല്ലാ യൂണിറ്റിന്റെയും റിവിഷൻ ക്ലാസ്സുകളാണ് നമ്മുടെ സ്വന്തം പ്രാണ എൻഗെയിം ബാച്ചിലുള്ളത്. ഇപ്പോഴാണെങ്കിൽ നിങ്ങൾക്ക് 15% ഓഫർ ഉണ്ട്. അപ്പൊ ഇനി കുറച്ച് ദിവസം കൂടി ഉള്ളൂ. ആ ദിവസങ്ങൾ കൊണ്ട് നിങ്ങൾക്ക് എല്ലാ ചാപ്റ്റേഴ്സും സെറ്റിമ ആക്കാനായിട്ട് നിങ്ങൾക്ക് ഈ ഒരു ബാച്ച് നിങ്ങളെ സഹായിക്കും. അപ്പൊ കൂടുതൽ എൻക്വയറീസിനൊക്കെ ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു കോൺടാക്ട് നമ്പറിൽ വിളിക്കാവുന്നതാണ്, അല്ലെങ്കിൽ താഴെ സ്ക്രീനിൽ നിങ്ങൾക്ക് ഒരു നമ്പർ കാണും, അതിൽ വിളിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും അടിപൊളിയായിട്ട് പഠിക്കാം. അപ്പൊ ഇതുപോലെ കുട്ടി വീഡിയോസ് ഒക്കെ ആയിട്ട് നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. അപ്പൊ എല്ലാ മക്കൾക്കും ഓൾ ദി വെരി ബെസ്റ്റ് ആൻഡ് താങ്ക് യു സോ മച്ച്. ബൈ.